ഹലോ ഗൈസ്, ഇത് ചെറിയൊരു വ്ളോഗാണ്. റിച്ച് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തുള്ളൊരു സ്റ്റോറിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന്. സോ ഞാൻ ആ സ്റ്റോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സ്റ്റോർ എത്തിയപ്പോൾ റിച്ച് അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് കാര്യങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി വന്നതാണ്. സ്റ്റോറിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഡെക്കറേഷൻ ഐറ്റംസ് നോക്കാതെ ഞങ്ങളുടെ കണ്ണ് മൊത്തം പോയത് വിൻ്റർ സീസണിലേക്കുള്ള കളക്ഷൻസിലേക്കാണ്. സോ ഞങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് നേരം നടന്നു. അതിൻ്റെ ഇടയ്ക്ക് റിച്ച് എന്തൊക്കെയോ തപ്പിയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കി വന്നപ്പോൾ ഹലോവിൻ കളക്ഷൻ ഇരിക്കുന്നത് കണ്ടു. ഹലോവിൻ ഡേക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമിന് വേണ്ടി എന്തെങ്കിലും പറ്റിയതുണ്ടോ എന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിച്ചു. ഈ മാസ്ക് കണ്ടപ്പോൾ ഞാനും ഓർത്തു നന്നായി എനിക്കൊന്ന് ട്രൈ ചെയ്യാലോ. സോ ഞാനതെടുത്ത് ട്രൈ ചെയ്തു. ഇതിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡെക്കറേഷൻ പർച്ചേസിന് വന്നിട്ട് റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഹോട്ട് വീൽസിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ ഇവിടെ കണ്ടത്. എനിക്ക് ചെറിയൊരു കളക്ഷൻ ഉണ്ട് ഹോട്ട് വീൽസിൻ്റെ. സോ ഞാൻ അതെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിലില്ലാത്ത മോഡൽസ് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല, ബട്ട് അല്ലറ ചില്ലറ അല്ലാത്ത ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് വിശപ്പായപ്പോൾ നേരെ KFC കയറി ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതിലൂടെ നടന്നു വന്നപ്പോൾ തന്നെ രാത്രിയായി. സോ ഞങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിറ്റത്തെ ദിവസം, അതായത് ഇന്ന് ഞങ്ങൾ ഷോപ്പിംഗ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു സ്റ്റേഷനിൽ മീറ്റ് ചെയ്തു. സോ ഇനി നമുക്കെന്നാ ഷോപ്പിങ്ങിന് പോകാം. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ നല്ല വിശപ്പ് ഗൈസ്. സോ എന്നാൽ നമുക്ക് ആദ്യം തന്നെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം. സോ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻ്റ് എത്തി. അത് കഴിഞ്ഞ് നല്ല നാടൻ മീൽസ് 2 ഓർഡർ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു പ്രോപ്പർ കേരള മീൽ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള നടത്തത്തിലാണ്. ഇവിടെ വിൻ്റർ ആകുമ്പോൾ നമുക്ക് ഡേ ലൈറ്റ് കുറവായിരിക്കും. സോ വൈകുന്നേരം 4:30 മണിയായിട്ടുള്ളൂ. സൂര്യൻ ഓൾറെഡി അസ്തമിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ ആനിവേഴ്സറി പർച്ചേസിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ക്രിസ്മസിൻ്റെ ടൈം ആയില്ലേ, അപ്പോൾ അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ്. നോക്കിയേ ഗൈസ്, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഡെസ്റ്റിനേഷൻ നമ്പർ 2. ഇനി ഇവിടെ നിന്നും കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങൾ ആനിവേഴ്സറിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസ് എല്ലാം പർച്ചേസ് ചെയ്തു. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഐറ്റം എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. സോ അതെന്തായാലും ഒന്ന് പ്ലേ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
അടുത്തത് ഞങ്ങൾ പോയത് അഡിഡാസിന്റെ സ്റ്റോറിലാണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ടീമിന്റെ ജേഴ്സി കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് കണ്ടു. ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ലാസ്റ്റ് ഇയറിലെ ജേഴ്സി ആണെന്ന് മനസ്സിലായത്. സോ ന്യൂവസ്റ്റ് എഡിഷൻ വരുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാമെന്നോർത്ത് ബാക്കി ഐറ്റംസും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ധരിച്ചു അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വെംബ്ലി സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ബാക്കിൽ കാണുന്നതാണ് വെംബ്ലി സ്റ്റേഡിയം. നമ്മുടെ ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിൻ്റെ ഹോം ഗ്രൗണ്ടാണിത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഉൾപ്പെടെ ഇവിടെയാണ് നടന്നത്. മാർച്ചിൽ കറക്റ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ ഇന്ന് ഇല്ല. ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.